ടൈഗർ റിസർവിൽ നിന്നുള്ള സ്നിഫർ ഡോഗിൻ്റെ സർവീസും കൂടെ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്നിഫർ ഡോഗ് ഇപ്പോൾ ഉടൻ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്നിഫർ ഡോഗിനെ എവിടെ നിന്ന് സാർ എത്തിക്കും? ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൽ ഞങ്ങളുടെ ഫോറസ്റ്റിൻ്റെ സ്നിഫർ ഡോഗ് ഉണ്ട്. അതിപ്പോൾ തന്നെ നിലവിലുള്ള സ്ഥലത്ത് ഒത്തിരി മാറാനായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വണ്ടിപ്പെരിയാർ ഗ്രാമ്പി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് വനംവകുപ്പ്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വനംവകുപ്പിൻ്റെ സർവേലൻസിൽ കടുവയെ കാണുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ തേക്കടിയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് മണം പിടിച്ച് കടുവ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഡോഗിനെ സ്ഥലത്തെത്തിച്ച് ഡോഗിൻ്റെ ആ നായ മുൻപേ നടന്ന് മണം പിടിച്ച് കടുവയെ കണ്ടെത്തുകയും തുടർന്ന് വെടിവെക്കുന്നതിനായിട്ട്, അതായത് മയക്കുവെടി വെക്കുന്നതിനായിട്ട് 10 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുമുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റിനറി ഡോക്ടർ അനുരാജാണ്. ഇതോടൊപ്പം തന്നെ കോട്ടയം DFO N രാജേഷ് സ്ഥലത്തെത്തി ഇതിൻ്റെ നിരീക്ഷണ ദൗത്യത്തിന് മേൽനോട്ടം വഹിക്കുന്നുമുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇതിനെ പിടികൂടാൻ കഴിയും എന്നാണ്, അതായത് വനംവകുപ്പിൻ്റെ മുഴുവൻ ടീമിൻ്റെയും സജ്ജമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കടുവയെ പിടികൂടാൻ കഴിയും എന്നാണ് DFO അറിയിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് പ്രദേശത്തെ വാർഡ് മെമ്പർ ദേവി ഈശ്വരൻ അടക്കമുള്ള ആളുകൾ എത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇത്ര ദിവസമായി കടുവയെ പിടികൂടാൻ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞിട്ടില്ല. കൊച്ചുകുട്ടികളടക്കം ഇതുവഴി നടന്നു പോകുന്നതാണ്. വെള്ളം പിടിക്കാൻ പോലും ഇവിടുന്ന് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഈ കടുവ കാരണം കൊണ്ടുണ്ട്. ഇതിനെ ഉടനെ പിടികൂടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ എത്തിയിരുന്നു. അതെന്തായാലും ഉടൻ തന്നെ പിടികൂടാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്.